രാജ്കുമാർ, ഞാൻ സൂചിപ്പിച്ചു വെച്ചത് ഈ സംഘാടകർക്കും അതുപോലെ തന്നെ TVK എന്ന പാർട്ടിക്കും ഇതിൽ പിഴവ് സംഭവിച്ചു എന്നത് വ്യക്തമായ കാര്യമാണ്. ഇനി ഇതിൽ എന്ത് നടപടി എന്നതാണ് അറിയേണ്ടത്. കാരണം ആ കരൂരിൽ നിന്ന് നേരത്തെയും നമ്മൾ കണ്ടു തത്സമയ പ്രതികരണങ്ങൾ പലതും. അലമുറയിട്ട് കരയുന്ന ജനങ്ങളെയാണ്, അവിടെ ജീവൻ നഷ്ടമായവർക്ക് വേണ്ടി കരയുന്നത് ആ ഒരു കുടുംബങ്ങൾക്ക് താങ്ങായും തണലായുമുള്ള ആൾക്കാരടക്കമാണ് ഈ ഒരു ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. അതെ, ഇപ്പോൾ ഈ ഒരു പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ശ്വാസം മുട്ടിയും ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റുമാണ് ഈ 39 പേർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിൽ കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആന്തരികമായ ക്ഷതമേറ്റിട്ടുള്ളത്. താഴെ വീണപ്പോൾ ആളുകൾ കൂട്ടത്തോടെ പലരും ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോയപ്പോൾ കുട്ടികളുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾ തകർന്നുപോയി എന്ന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ തന്നെ പറയുന്നു. അത് കേൾക്കുമ്പോൾ അവർ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ പോലും വെങ്ങിപ്പൊട്ടിപ്പോയി. എത്രത്തോളം ക്രൂരമായാണ് ഈ കുട്ടികൾ അവിടെ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് സങ്കടകരം. ഇതില് ഒരു മുൻകരുതലുകൾ അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇവിടെയെന്നല്ല, ഏതൊരു പരിപാടി നടത്തുമ്പോഴും ജനക്കൂട്ടം കൂടുന്ന സ്ഥലങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് അത് പോയില്ലെങ്കിൽ ഇതുപോലെ അത് തമിഴ്നാടെന്നല്ല ഏത് സ്ഥലത്തും കേരളത്തിലായാലും ഇത് നടക്കും എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ്, ഏറ്റവും ഒടുവിലത്തെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ഈ കരൂരിലെ വേലുസ്വാമിപുരത്ത് ഇന്നലെ ഉണ്ടായത്. ഇത് ഇന്നലെ ഓരോ സെക്കൻഡിലും ഇതിന്റെ മരണസംഖ്യ, ഇതാദ്യം ആളുകളെ അവിടെ നിന്ന് പരിക്കുകളേറ്റ് പുറത്തേക്ക് ആ തിക്കിനും തിരക്കിനും ഇടയിൽ പുറത്തേക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നതായിരുന്നു ഏറെ ശ്രമകരം. അവിടെ ആംബുലൻസിന് എത്തിച്ചേരാൻ പറ്റാത്ത വിധം വാഹനക്കുരുക്കും അതിന്റെ ഗതാഗത കുരുക്കൊക്കെ അതിരൂക്ഷമായിരുന്നു. ഇതൊന്നും എല്ലാം പോലീസിന്റെ എല്ലാ ശ്രമങ്ങളെയും ഇതെല്ലാം വിഫലമാക്കി. പോലീസ് പലപ്പോഴും ലാത്തി വീശി, എന്നിട്ട് പോലും ഒഴിഞ്ഞു മാറാൻ പലരും ഈ ഒരു ദുരന്തം നടന്ന വേളയിലും ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോഴും ഈ പ്രസംഗം അവസാനിപ്പിച്ച് പൊടുന്നനെ നടൻ വിജയ് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. പിന്നീട് അദ്ദേഹത്തെ കണ്ടത് തിരുച്ചിയിൽ വിമാനത്താവളം വഴി പ്രത്യേക വിമാനം ചാർട്ട് ചെയ്ത വിമാനത്തിൽ അദ്ദേഹം ചെന്നൈയിലേക്ക് പോയതാണ്. ഏതാണ്ട് 3/4 മണിക്കൂർ കൊണ്ട് അദ്ദേഹം ചെന്നൈയിൽ പറന്നിറങ്ങുന്നതും ഒക്കെ അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിൽ എത്തിച്ചു. അപ്പോഴും അദ്ദേഹം ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് എക്സ് അക്കൗണ്ട് വഴി തന്റെ ഹൃദയം തകരുന്നു, താങ്ങാൻ ഒക്കുന്നില്ല ഈ ദുഃഖം, പരിക്കേറ്റ് കിടക്കുന്നവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എക്സ് അക്കൗണ്ട് വഴി നടൻ വിജയുടെ ആദ്യ പ്രതികരണം വരുന്നത്. ഇത് പിന്നീട് മാധ്യമങ്ങളൊന്നും ഇതുവരെ അദ്ദേഹം കാണാൻ കൂട്ടാക്കിയിട്ടില്ല. നിലവിൽ ഇപ്പൊ അദ്ദേഹം ചെന്നൈയിലെ വസതിയിലാണ് ഉള്ളത്. ഒരേ സമയം, അതായത് ഒന്ന് ഈ ജുഡീഷ്യൽ അന്വേഷണം, രണ്ട് സമാന്തരമായി തന്നെ പോലീസിന്റെ അന്വേഷണം, റവന്യൂ അന്വേഷണം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രത്യേകമായി ഇത് സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇതിന്റെ റിപ്പോർട്ടുകൾ മുഴുവനും കിട്ടി. ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ റിവ്യൂ മീറ്റിംഗ് നടക്കും. നിലവിലെ പരിക്കേറ്റ് കിടക്കുന്നവരുടെ അവസ്ഥ, ഇതില് ആരെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്ക് ഇന്നലെ തന്നെ പലരെയും പല മെഡിക്കൽ കോളേജുകളിലേക്കും മറ്റും ഇന്നലെ തന്നെ രാത്രിയോടുകൂടി തന്നെ എല്ലാവരെയും മാറ്റിയിരുന്നു. ഈ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ വേണ്ടുന്ന ചികിത്സകൾ കരൂർ സർക്കാർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും വലിയ ഒരു കൂട്ടം വന്നതോടുകൂടി അവിടെയും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് ICU വെന്റിലേറ്റർ സൗകര്യങ്ങളുള്ള ആംബുലൻസുകൾ അവിടെ എത്തിച്ച് അതിനകത്ത് വെച്ച് തന്നെ പലർക്കും ചികിത്സ നൽകേണ്ടുന്ന അവസ്ഥയുണ്ടാക്കി. അതുകൊണ്ട് തന്നെ പിന്നീട് തിരുച്ചിയിൽ നിന്നും മറ്റൊരു ജില്ലയിൽ നിന്നും കൂടുതൽ ഡോക്ടർമാരുടെ സംഘം, ഏതാണ്ട് 60ഓളം വരുന്ന ഡോക്ടർമാരുടെ സംഘം ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷമാണ് ചികിത്സ ഒന്നുകൂടി ശക്തമാക്കിയതും. പല സ്ഥലത്തേക്ക് നിലവിലുള്ളവരെ തന്നെ 1-2 ഡോക്ടർമാരാണ് ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി പരിശോധനയ്ക്കായി തമിഴ്നാട് ആരോഗ്യവകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് കൂടുതൽ പോലീസിനെ ഇപ്പോൾ സ്ഥലത്തേക്ക് വിന്യസിച്ചിട്ടുണ്ട്. അപകടം നടന്ന സ്ഥലത്ത് ഫോറൻസിക് പരിശോധനകളും മറ്റും ഇനി അത് തുടരുന്നുണ്ട്. അവർ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് സമാന്തരമായ 3-4 അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ മിക്കവാറും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി നടൻ വിജയ്ക്കെതിരെയുള്ള കേസ് വരുന്നതിനും അറസ്റ്റിനുള്ള സാധ്യതയുമുണ്ട്. ഈ ബംഗളൂരുവിൽ ഉണ്ടായ ഇതേപോലൊരു പ്രശ്നത്തിലാണ് അല്ലു അർജുൻ കേസിൽ അറസ്റ്റിലായത്. അത് അധികം നാളായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ തിക്കും തിരക്കില് ആളുകൾ മരിക്കുമെന്നൊരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ തമിഴില് ഈ സിനിമാ രംഗത്ത് തന്നെ ഉള്ള ഒരു ആളെന്ന നിലയിൽ നടൻ വിജയ്ക്ക് ഇത് മനസ്സിലാക്കാത്ത കാര്യങ്ങളല്ല.
പക്ഷെ ഇത് നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളത് ഈ നടൻ വിജയ് അതിന് സമാധാനം പറയേണ്ടി വരും.